ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി കൊച്ചിക്കോയ എന്ന റെസിപ്പിയാണ്. പലർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാലിപ്പൂവനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അവിലാണ് ഇതിന് മെയിൻ. ഇഞ്ചി നീര്, ചെറുനാരങ്ങ, കട്ടി തേങ്ങാപ്പാൽ, ചുവന്നുള്ളി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഈ റെസിപ്പിക്ക് പൂവമ്പഴം അതല്ലെങ്കിൽ ഞാലിപ്പൂവനാണ് എടുക്കാറ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാലിപ്പൂവനാണ്. അപ്പോൾ അത് തൊലി കളഞ്ഞിട്ട് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ്. ആ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ഇഞ്ചി നീരാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഇനി ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. കുറച്ച് വെള്ളത്തിൽ നല്ല കട്ടിയിലെടുത്ത തേങ്ങാപ്പാലാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര അതല്ലെങ്കിൽ ശർക്കരയാണ് ചേർക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. പഴം അത്യാവശ്യം പഴുത്തിട്ടുണ്ട്, അപ്പോൾ നല്ല മധുരമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. അവൽ വറുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ നല്ല മൊരിഞ്ഞിട്ടുള്ള അവലാണ്. അപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇവിടെ കൊച്ചിക്കോയ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഇത് ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.